കർണാടകയിൽ ബി.ജെ.പി. സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 1000 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഉന്നതാധികാര സമിതി പരിശോധിക്കും. 13,000 കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 1000 കോടിയുടെ വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയ ജുഡീഷ്യൽ കമ്മിറ്റി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ശുപാർശ ചെയ്തിരുന്നു. ഇത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ബസവരാജ് ബൊമ്മൈ സർക്കാർ കോവിഡ് കാലത്ത് ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിയതിന്റെ മിക്ക ഫയലുകളും അപ്രത്യക്ഷമായിരുന്നു. 45 രൂപയുടെ മാസ്ക് 485 രൂപയ്ക്ക് വാങ്ങി, 10,000 കിടക്കകൾക്ക് 20,000 രൂപ വാടക നൽകി എന്നീ ഗുരുതര ആരോപണങ്ങൾ ആദ്യം ഉയർത്തിയത് ബി.ജെ.പി. എം.എൽ.എ തന്നെയായിരുന്നു. വ്യാജ ബില്ലുണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന ആരോപണവും ഉയർന്നു. ഭൂമി കൈമാറ്റ കേസ് ഉൾപ്പെടെ ഉയർത്തി സിദ്ധരാമയ്യ സർക്കാരിനെതിരെ പ്രതിരോധം ശക്തമാക്കിയ ബി.ജെ.പി. നേതൃത്വത്തിന് അന്വേഷണം തിരിച്ചടിയാകാം. അതേസമയം രാഷ്ട്രീയ പകവീട്ടിലാണ് നടക്കുന്നതെന്ന് യെദ്യൂരപ്പയുടെ മകനും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പി.വൈ. വിജയേന്ദ്ര ആരോപിച്ചു. കോവിഡ് കാലത്ത് നടന്നുവെന്ന് ആരോപിക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറാനാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട സംഘമാവും അന്വേഷണം നടത്തുക. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യം അടക്കമുള്ളവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. കോവിഡ് മഹാമാരിക്കിടെ അന്നത്തെ ബി.ജെ.പി. സർക്കാരിന്റെ കാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ അന്വേഷിച്ച റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മൈക്കൽ സിസൂസയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ചയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടികളുടെ അഴിമതി നടന്നുവെന്ന സൂചനയാണ് ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. കോവിഡ് കാലത്ത് നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല ഫയലുകളും കാണാതായെന്നും റിപ്പോർട്ടിലുണ്ട്. മൈസൂരു അർബൻ വികസന അതോറിറ്റി ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണം സിദ്ധരാമയ്യയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് മുൻ ബി.ജെ.പി. സർക്കാരിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ കോൺഗ്രസ് സർക്കാർ നടപടിക്കൊരുങ്ങുന്നത്. സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഗവർണറുടെ അനുമതിയിൽ സിദ്ധരാമയ്യക്കെതിരെ നടപടി ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൂട മൈസൂരുവിൽ 14 പാർപ്പിട സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. സഹോദരൻ മല്ലികാർജുൻ വാങ്ങി പാർവതിക്ക് നൽകിയതാണ് 3.16 ഏക്കർ ഭൂമി. ഇത് മൂട ഏറ്റെടുക്കുകയും പകരം മൈസൂരുവിലെ വിലയേറിയ സ്ഥലത്ത് പാർപ്പിട സ്ഥലങ്ങൾ നൽകുകയും ചെയ്തുവെന്നാണ് പരാതി. ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും തന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചത്. ഗവർണറുടെ നടപടി ഭരണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഇത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക.